നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. നമ്മൾ അറിഞ്ഞ മറ്റൊരു വാർത്ത, വളരെ വേദനാജനകമായ ഒരു വാർത്തയാണ്. കോട്ടയം സ്വദേശിയായ ഒരു മലയാളി യുവതി ബംഗളൂരുവിൽ അനുഭവിച്ച ക്രൂരത ഒടുവിൽ മരണത്തിന് കീഴടങ്ങുന്ന തരത്തിലേക്ക് സംഭവ വികാസങ്ങൾ. ബംഗളൂരുവിൽ തെരുവ് നായ്ക്കളെ പാർപ്പിക്കുന്ന കേന്ദ്രത്തിൽ വാടാനപ്പള്ളി സ്വദേശി സുനിത നേരിട്ടത് ക്രൂരമർദ്ദനമെന്ന നടുക്കുന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. പലപ്പോഴും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ എല്ലാം നടന്ന് ഒടുവിൽ ആ വ്യക്തിയുടെ മരണവും കൂടി സംഭവിച്ച ശേഷം മാത്രമേ നടന്ന കൊടും ക്രൂരതകളെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ പുറത്തേക്ക് വരികയുള്ളൂ. അതിനുശേഷം മാത്രമേ പുറം ലോകം എന്തെങ്കിലും അറിയുകയുള്ളൂ. ഇനി അറിയുന്നവർ അതിന് വേണ്ട രീതിയിലുള്ളൊരു ഇത്തരത്തിൽ പീഡനം നടക്കുന്നു അല്ലെങ്കിൽ ഉപദ്രവം നടക്കുന്നു എന്ന് അറിഞ്ഞാൽ പോലും ആ ഒരു സ്ഥലത്ത് നിന്നും ആ വ്യക്തിയെ, ആ ക്രൂര പീഡനം നേരിടുന്ന വ്യക്തിയെ രക്ഷിക്കാനാവാത്ത അവസ്ഥ വളരെ നിസ്സഹായമാണ്. എന്തായാലും പതിവ് പോലെ തന്നെ ഒരു വ്യക്തിയുടെ മരണം സംഭവിച്ചിരിക്കുന്നു. അതിനുശേഷം കൂടുതൽ വിവരങ്ങൾ പുറത്തു വരികയാണ്. എന്തായാലും എന്തൊക്കെയാണ് സുനിത എന്ന 47-കാരി അതിനകത്ത് നേരിട്ട ക്രൂര പീഡനങ്ങൾ എന്ന് നോക്കാം. അബോധാവസ്ഥയിലായ സുനിതയെ ബംഗളൂരിൽ നിന്ന് കഴിഞ്ഞ ദിവസം വെന്റിലേറ്റർ സംവിധാനമുള്ള ആംബുലൻസിൽ തൃശ്ശൂരിലെ ആശുപത്രിയിൽ എത്തിച്ചു. പക്ഷേ ജീവൻ രക്ഷിക്കാൻ കഠിന പരിശ്രമമാണ് ഡോക്ടർമാർ അടക്കമുള്ളവർ നടത്തിയത്. പക്ഷേ അത് സാധിച്ചില്ല, ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല. സുനിത മരണത്തിന് കീഴടങ്ങി. സുനിതയ്ക്കൊപ്പം കയ്പമംഗലം സ്വദേശിയായ യുവതിയും സുനിതയുടെ അനുജത്തിയുടെ മകളും ബംഗളൂരിലെ തെരുവ് നായകളെ പാർപ്പിക്കുന്ന കേന്ദ്രത്തിൽ ഉണ്ടായിരുന്നു. ഈ ദീപക് എന്ന് പറയുന്ന ക്രൂരൻ, അതിക്രൂരനായ അയാൾ ക്രൂരതകൾ ഒരുപാട് ചെയ്തു കൂട്ടി. കൂടെ ഉണ്ടായിരുന്നവരെ കത്തി കാണിച്ച് ദീപക് ഭീഷണിപ്പെടുത്തിയെന്നും നിന്നെ പിന്നെ എടുത്തോളാമെന്ന് ദീപക് പറഞ്ഞെന്നും സുനിതയുടെ അനുജത്തിയുടെ മകൾ പ്രതികരിച്ചിരിക്കുകയാണ്. മാധ്യമങ്ങളോടാണ് ഇത്തരത്തിലൊരു ഭയാനക വെളിപ്പെടുത്തൽ ആ കുട്ടി നടത്തിയിരിക്കുന്നത്. അതായത് ദീപക് സ്ഥലത്ത് നിന്ന് രക്ഷപ്പെട്ടത് ബംഗളൂർ പോലീസിന്റെ അനാസ്ഥ കൊണ്ടാണെന്നും ക്രൂരമർദ്ദനത്തെ പറ്റി പറഞ്ഞിട്ടും അവർ കാര്യമാക്കിയില്ലെന്നുമാണ് പെൺകുട്ടിയുടെ ആരോപണം. പോലീസ് പോലും യാതൊരു നടപടി സ്വീകരിച്ചില്ല എന്നത് ഇവിടുത്തെ ആ ഒരു അനാസ്ഥ എത്രത്തോളം ഉണ്ടായിരുന്നു. ഒരു ജീവൻ നഷ്ടമാകുന്ന തരത്തിലേക്ക്, അതായത് സ്ത്രീകൾക്ക് എന്ത് സുരക്ഷയാണ്, അല്ലെങ്കിൽ അവർ പരാതിപ്പെട്ടിട്ട് പോലും ഒരു നടപടി പോലും സ്വീകരിക്കാത്ത തരത്തിലേക്ക് കാര്യങ്ങൾ നയിക്കപ്പെട്ടു എന്നത് വളരെ ഭയാനകമായ വെളിപ്പെടുത്തലായി മാറിയിരിക്കുകയാണ്. ബംഗളൂരിൽ സുനിത അനുഭവിച്ച കൊടിയ പീഡനം അതെന്തൊക്കെയാണ് എന്ന് 16-കാരിയായ ഈ ബന്ധു പെൺകുട്ടി വെളിപ്പെടുത്തുന്നുണ്ട്, എണ്ണി പറയുന്നുണ്ട് എന്തൊക്കെയാണ് അതായത് ആ വ്യക്തി നേരിട്ടത്, സുനിത നേരിട്ടതെന്ന് ഈ 16-കാരി വെളിപ്പെടുത്തുകയാണ്. ഏപ്രിൽ 17-നായിരുന്നു സുനിത നാട്ടിൽ നിന്നും ബംഗളൂരിലേക്ക് പോയത്. ഒരുപിടി സ്വപ്നങ്ങളുമായി, ജോലി, അതുപോലെ തന്നെ അതിൽ നിന്ന് കിട്ടുന്ന ശമ്പളം, അതൊക്കെ ലക്ഷ്യം വെച്ച് അതെല്ലാം സ്വപ്നം കണ്ടാണ് സുനിത നാട്ടിൽ നിന്നും വണ്ടി കയറിയത്. ബംഗളൂരിൽ ദീപക് കൃഷ്ണൻ തെരുവ് നായ്ക്കളെ സംരക്ഷിക്കാൻ നടത്തുന്ന കേന്ദ്രത്തിൽ ജോലിക്ക് ആളെ ആവശ്യമുണ്ടെന്ന് അറിഞ്ഞത് വാട്സാപ്പ് വഴിയായിരുന്നു. മാസം 40,000 രൂപ നൽകാമെന്നായിരുന്നു ദീപകിന്റെ വാഗ്ദാനം. താൻ +1 പരീക്ഷ കഴിഞ്ഞ് നിൽക്കുന്ന സമയത്ത്, അതായത് ഈ ബന്ധുവായ പെൺകുട്ടി 16-കാരി +1 പരീക്ഷ കഴിഞ്ഞ് നിൽക്കുന്ന സമയത്താണ് ഈ ഒരു സംഭവം നടക്കുന്നത്. വെക്കേഷൻ ആയതുകൊണ്ട് തന്നെ വല്യമ്മ തന്നോടും കൂടെ വരുന്നു എന്ന് ചോദിച്ചപ്പോൾ ഈ പെൺകുട്ടിയും കൂടെ പോയി. 16-കാരിയും സുനിതയ്ക്കൊപ്പം കൂടെ പോയി. കയ്പമംഗലം സ്വദേശിയായ മറ്റൊരു യുവതിയും ഇവർക്കൊപ്പം ഉണ്ടായിരുന്നു എന്നാണ് ഈ 16-കാരിയുടെ വെളിപ്പെടുത്തൽ. ദേവനഹള്ളിക്ക് സമീപമായിരുന്നു ഇയാളുടെ കേന്ദ്രം. അവിടെ എത്തിയ ആദ്യ ദിവസങ്ങളൊന്നും യാതൊരുവിധ പ്രശ്നങ്ങളും ഉണ്ടായിരുന്നില്ല. എല്ലാം നോർമലായിരുന്നു. വളരെ നല്ല രീതിയിലുള്ള പെരുമാറ്റം, മറ്റ് പ്രശ്നങ്ങളുണ്ട് എന്നൊരു യാതൊരു സൂചനയും ആദ്യ ദിവസങ്ങളിലൊന്നും കിട്ടിയിരുന്നില്ല. 2 ദിവസം കഴിഞ്ഞതോടെയാണ് പ്രശ്നങ്ങൾ പുറപ്പെട്ടത്. അതായത് ദീപക് മദ്യപിച്ച് വന്ന് പ്രശ്നമുണ്ടാക്കും. വലിയ രീതിയിലുള്ള പ്രശ്നമാണ് ഇയാൾ മദ്യപിച്ച് കഴിഞ്ഞ് വന്നുണ്ടാക്കുന്നത്. ഒരു വീട്ടിൽ തന്നെയായിരുന്നു എല്ലാവരും താമസിച്ചിരുന്നത്. ദീപക്, അതുപോലെ തന്നെ ഈ 16-കാരിയായ പെൺകുട്ടി സുനിത, അതുപോലെ തന്നെ കയ്പമംഗലം സ്വദേശിയായ മറ്റൊരു യുവതി. വീട് 2 ഭാഗമാക്കി ഒരു ഭാഗത്ത് അയാളും മറ്റൊരു ഭാഗത്ത് ആണ് ഈ 3 പേരും താമസിച്ചിരുന്നത്. ഈ സ്ത്രീകൾ, അതായത് ഇവിടെ നിന്ന് പോയവരെല്ലാം താമസിച്ചിരുന്നത്. സുനിതയ്ക്ക് അയാളെ പേടിയില്ല എന്നതാണ് ഉപദ്രവിക്കാനുള്ള പ്രധാന കാരണം. അതായത് നിനക്കെന്നെ പേടിയില്ല എന്ന് പറഞ്ഞാണ് ദീപക് മോശമായി പെരുമാറുന്നത്, അതുപോലെ തന്നെ ഇത്തരത്തിൽ അതിക്രൂരമായി ഉപദ്രവിക്കുന്നത്. ദീപക് മോശമായി പെരുമാറാൻ തുടങ്ങിയപ്പോൾ തന്നെ ജോലി മതിയാക്കാനുള്ള തീരുമാനം സുനിത എടുത്തതാണ്. ബുധനാഴ്ച വീട്ടിൽ പോകണമെന്ന് ദീപകിനോട് സുനിത പറയുകയുണ്ടായി. ആദ്യമൊക്കെ അയാൾ വീട്ടിൽ പോകാൻ സമ്മതം നൽകിയതാണ്. പക്ഷേ മദ്യപിച്ച് എത്തിയപ്പോൾ അയാൾ അത് വീട്ടിൽ പോകാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞു. അതായത് ആ ഒരു തീരുമാനത്തെ എതിർക്കുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ കടക്കുകയായിരുന്നു. ആ എതിർപ്പിനെ മറികടന്ന് അതിനെ വകവയ്ക്കാതെ താൻ നാട്ടിൽ പോകുമെന്ന് സുനിത വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരുന്നു. മാത്രമല്ല സുനിത അത്തരത്തിലൊരു നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയും നാട്ടിൽ പോകണമെന്ന് ആവർത്തിക്കുകയും ചെയ്തു. ഇതാണ് ദീപകിനെ കൊടും ക്രൂരനാക്കി മാറ്റിയത്. എന്തിനാണ് നീ പോകുന്നത് എന്നാണ് അയാൾ ആദ്യം ചോദിച്ചത്. അയാളോട് ആരും ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നത് ദീപകിന് ഇഷ്ടമല്ല. പിന്നാലെയാണ്, അതായത് ഇത്തരത്തിൽ വലിയ രീതിയിൽ സുനിത ഒരു പ്രതിരോധം
തീർക്കുന്നു, നാട്ടിലേക്ക് പോകുമെന്ന് ഉറക്കെ പറയുന്നു, ദേഷ്യത്തിൽ പറയുന്നു. ഇതാണ് ദീപകിനെ ചൊടിപ്പിച്ചത്. അയാളെ അതായത് സുനിതയെ ഇയാൾ ഉപദ്രവിക്കാൻ തുടങ്ങിയതും അതിനുശേഷമാണ്. സ്വാഭാവികമായിട്ട് 16-കാരിക്ക് മുന്നിൽ ആ കുട്ടിയുടെ വല്യമ്മയെ മറ്റൊരാൾ ഉപദ്രവിക്കാൻ ശ്രമിക്കുമ്പോൾ 16-കാരിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകും ഒരു തടയൽ. അത്തരത്തിൽ അവൾ ശ്രമിച്ചു. വല്യമ്മയെ ഉപദ്രവിക്കുമ്പോൾ അവിടെ തന്നെ ഉണ്ടായിരുന്നു. പിടിച്ചു മാറ്റാൻ ശ്രമിച്ചപ്പോൾ ഇവരെ എല്ലാം ഇയാൾ ഭീഷണിപ്പെടുത്തുകയായിരുന്നു. കയ്യിലൊരു കത്തിയും പിടിച്ചായിരുന്നു അയാൾ ആ സമയത്ത് കൂടെ ഇത് എതിർക്കാൻ ശ്രമിച്ച 16-കാരിയെ മറ്റേ യുവതിയെയും ഭീഷണിപ്പെടുത്തിയത്. കത്തിയും കയ്യിൽ കരുതിയിരുന്നു ദീപകിന്റെ നിൽപ്പ്. ഇടപെട്ടപ്പോൾ കത്തി കാണിച്ച് ഭീഷണിപ്പെടുത്തി. നിന്നെ പിന്നെ എടുത്തോളാം, 18 വയസ്സാകട്ടെ എന്നായിരുന്നു അയാൾ പറഞ്ഞത്. അതായത് ഈ കുട്ടിക്ക് ഇപ്പോൾ 16 വയസ്സേ ഉള്ളൂ. 16 വയസ്സുകാരിയെ ഉപദ്രവിച്ചാൽ കേസ് വേറെയാണ്. അതുകൊണ്ട് 18 വയസ്സായിട്ട് നിന്നെ എടുത്തോളാമെന്ന് ആ നീചൻ ആ കുട്ടിയുടെ മുഖത്ത് നോക്കി പറയുകയാണ്. രാത്രി 7-8 മണിയായപ്പോഴാണ് ദീപക് വീണ്ടും അവരുടെ അടുക്കിലേക്ക് എത്തിയത്. വല്യമ്മയെ, അതായത് സുനിതയെ ഒരുപാട് മർദ്ദിക്കുന്നു, അതിക്രൂരമായി മർദ്ദിക്കുന്നു. കുറേ നേരം നെഞ്ചത്ത് ചവിട്ടി, അതുപോലെ തന്നെ തലമുടി പിടിച്ചു വലിക്കുന്ന സാഹചര്യമുണ്ടായി. തല അലമാരക്കിട്ട് ഇടിച്ചു, കുറേ നേരം മർദ്ദിച്ചു. അതിനുശേഷമാണ് അയാൾ അവിടെ നിന്ന് പോയത്. പിന്നെ കുറേ കഴിഞ്ഞ് അയാൾ വീണ്ടും 2 സുഹൃത്തുക്കളുമായി വീണ്ടും തിരിച്ചെത്തുന്ന സാഹചര്യമുണ്ടായി. അതിനുശേഷവും ക്രൂരമർദ്ദനമാണ് നടത്തിയത്. ഞങ്ങളോട് ക്ഷമിക്കണം, ഞങ്ങൾ ഇവിടെ തന്നെ നിന്നോളാമെന്ന് അയാളോട് അപേക്ഷിച്ച് പറഞ്ഞിട്ടും അയാൾ അത് അനുസരിച്ചില്ല, അത് കേട്ടില്ല, അത് മുഖവിലേക്ക് എടുത്തില്ല. ഇനി നിങ്ങളൊന്ന് നിൽക്കണ്ടടി, നിങ്ങൾ ജയിലിൽ പോകുമെന്ന് പറഞ്ഞാണ് അയാൾ സുനിതയെ വീണ്ടും മർദ്ദിച്ചതെന്നാണ് ഈ 16-കാരി പറഞ്ഞത്. അടിയേറ്റു വല്യമ്മയുടെ ബോധം പോയപ്പോഴാണ് അവൾ അഭിനയിക്കുകയാണ്, ഉറങ്ങുകയാണ് എന്നെല്ലാമാണ് ഇയാൾ പറഞ്ഞത്. അതിക്രൂരമായ പീഡനം, അതിക്രൂരമായ മർദ്ദനമാണ് ദീപക് സുനിതയെ ഏൽപ്പിച്ചത്. ആദ്യം മർദ്ദനം നടത്തി അയാൾ തിരിച്ചുപോയ സമയത്താണ് ഇക്കാര്യം വീട്ടിൽ വിളിച്ചറിയിച്ചത്. പിന്നാലെ വാടാനപ്പള്ളി സ്റ്റേഷനിൽ കാര്യം അറിയിക്കുകയും അവർ ബംഗളൂർ പോലീസിനെ ബന്ധപ്പെട്ട് സ്ഥലത്തെത്തി. സുനിതയുടെ ബോധം പോയി ഏതാണ്ട് 3/4 മണിക്കൂറിന് ശേഷമാണ് പോലീസ് സ്ഥലത്തെത്തുന്നത്. പോലീസുകാർ ഉള്ളിൽ കയറിയപ്പോൾ ദീപക് വാതിൽ പൂട്ടിയിടുന്ന സാഹചര്യമുണ്ടായി. പിന്നാലെ ഒരു പോലീസുകാരൻ മതിൽ ചാടിക്കടന്നാണ് വാതിൽ തുറന്നത്. അവർ എത്തിയപ്പോൾ അവിടെ നടന്നതിനെ പറ്റിയെല്ലാം പറഞ്ഞിട്ടും അയാൾക്കെതിരെ ബംഗളൂരു പോലീസ് യാതൊരു നടപടിയും എടുത്തില്ല എന്ന ആരോപണം ശക്തമാവുകയാണ്. ബംഗളൂരിലെ 4 ആശുപത്രികളിൽ രാത്രി തന്നെ സുനിതയുമായി പോയി. ആദ്യം പോലീസ് ഒപ്പം വന്നു. പിന്നാലെ വാടാനപ്പള്ളി സ്റ്റേഷനിൽ വിളിച്ച് കാര്യങ്ങൾ പറയണമെന്നും ബംഗളൂരു പോലീസിന് പോകണമെന്നും അവർ അറിയിക്കുകയായിരുന്നു. സ്റ്റേഷനിൽ വിളിച്ച് ഞങ്ങൾ കാര്യം പറഞ്ഞതോടെ ബംഗളൂരു പോലീസ് പോവുകയും ആശുപത്രിയിലേക്ക് പോകാൻ ഞങ്ങൾക്ക് ആംബുലൻസ് ഒന്നും ആദ്യം അവർ ശരിയാക്കി തന്നിരുന്നില്ല എന്നും കുടുംബം ആരോപിക്കുന്നുണ്ട്. ദീപകിന്റെ സുഹൃത്തിനൊപ്പം പോകണമെന്നാണ് പറഞ്ഞത്. പുലർച്ചെയോടെയാണ് ബംഗളൂരിൽ നിന്ന് നാട്ടിലേക്ക് തിരിച്ചത്. ഇവരുടെ കൺമുന്നിൽ തന്നെ ആ പ്രതികൾ ഉണ്ടായിരുന്നു. ഇത്രയും ക്രൂരത ചെയ്ത ആ പ്രതികൾ ബംഗളൂരു പോലീസിന്റെ കൺമുന്നിൽ തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ ആ പോലീസ് ഒരു നടപടി ഇവർക്കെതിരെ എടുത്തില്ല എന്ന ആരോപണവും കുടുംബത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട്. ബംഗളൂരിലാണ് മലയാളിയായ യുവതി ഇത്തരത്തിൽ മർദ്ദനമേറ്റ് മരിച്ച സംഭവം. ഇതിൽ തൊഴിലുടമയായ മലയാളിക്കായി തിരച്ചിൽ ശക്തമാക്കിയിരിക്കുകയാണ്. തെരുവ് നായ്ക്കളെ പാർപ്പിക്കുന്ന കേന്ദ്രത്തിൽ ജോലിക്കെത്തിയ തൃശൂർ വാടാനപ്പള്ളി സ്വദേശിയായ 47-കാരിയാണ് മർദ്ദനമേറ്റ് മരിച്ചത്. സംഭവത്തിൽ ബംഗളൂരു സുളിബലയിൽ താമസിക്കുന്ന മലയാളിയായ ദീപക് കൃഷ്ണനെയാണ് പോലീസ് തിരയുന്നത്. യുവതി ലൈംഗിക അതിക്രമത്തിനിരയായെന്നും പോലീസ് എഫ്ഐആറിൽ വ്യക്തമാക്കുന്നുണ്ട്. അബോധാവസ്ഥയിലായ യുവതിയെ ബംഗളൂരിൽ നിന്ന് ഇന്നലെ വെന്റിലേറ്റർ സംവിധാനമുള്ള ആംബുലൻസിൽ തൃശ്ശൂരിലെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല. ബംഗളൂരിൽ വെച്ച് ദീപക് യുവതിയെ അതിക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു. യുവതിയുടെ ഭർത്താവ് നൽകിയ പരാതിയിൽ ഈസ്റ്റ് പോലീസാണ് കേസെടുത്തത്. തളിക്കുളത്തെ വീട്ടിൽ 160 തെരുവ് നായ്ക്കൾക്ക് അഭയം നൽകുന്നവരായിരുന്നു മരിച്ച യുവതിയും ഭർത്താവും. ബംഗളൂരിൽ ദീപക് കൃഷ്ണൻ തെരുവ് നായ്ക്കളെ സംരക്ഷിക്കാൻ നടത്തുന്ന കേന്ദ്രത്തിൽ ജോലിക്ക് ആളെ ആവശ്യമുണ്ടെന്ന് അറിഞ്ഞാണ് യുവതി താല്പര്യം പ്രകടിപ്പിച്ചതും അവിടേക്ക് എത്തിയതും ജീവൻ കവരുന്ന സാഹചര്യം ഉണ്ടായതും. ദീപക് നടത്തുന്ന സ്ഥാപനത്തിൽ വലിയ പറമ്പിന് നടുവിലെ ചെറിയൊരു വീട്ടിൽ 16 നായ്ക്കളാണ് ഉണ്ടായിരുന്നത്. തൃശ്ശൂരിൽ നിന്ന് തന്നെയുള്ള മറ്റ് 2 പെൺകുട്ടികൾ യുവതിക്കൊപ്പം ജോലിക്കായി പോയിരുന്നു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.